ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തൃശ്ശൂർക്കാരനും പാസ്പോർട്ടും. ഇന്ന് നമ്മള് ക്രിസ്മസ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിന്ന് സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോണേ. സ്റ്റൂവിലുണ്ടത് ക്രിസ്മസിലെ നമ്മള് കലക്കൻ ഒരു ബീഫ് സ്റ്റൂ ചെയ്യാൻ പോകണം. നല്ല അപ്പത്തിന്റെ കൂടെയൊക്കെ നല്ല സെറ്റ് ആക്കാൻ പറഞ്ഞൊരു കലക്കൻ സ്റ്റൂ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ നല്ല ഫ്രഷ് ബീഫ് ക്യൂബ് ആക്കി വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. പിന്നെ നമുക്കിവിടെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, കുറച്ച് സബോള, പിന്നെ ഇവിടെ എന്താ പറയാ ഗാർലിക്കും ജിഞ്ചറും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറി ഉണ്ട്. നല്ല ഫ്രഷ് തേങ്ങാപ്പാല്, നല്ല കട്ടി തേങ്ങാപ്പാലുണ്ട്. പിന്നെ ഒരു 3-4 കറിയാമ്പൂ, 2 സ്റ്റാർ അനീസ്, 3 ഏലക്ക, പിന്നെ ഒരു കറുവപ്പട്ട. ഇത്ര സാധനങ്ങളാണ് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്കിനി കുക്കിങ്ങിലോട്ട് പോവാം. അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ബീഫ് വേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 1.5 കിലോളം ബീഫ് ഉണ്ട്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും പിന്നെ നേരത്തെ ചതച്ച് വെച്ചേക്കണ ജിഞ്ചർ ഗാർലിക് ഇടുക. അതിനുശേഷം നല്ല രീതിയിൽ കൈകൊണ്ട് തിരുമ്മി എടുത്തിട്ട് നമ്മളത് വേവിക്കാം. നല്ല രീതിയിൽ അങ്ങ് തിരുമാം. അപ്പൊ ബീഫ് നല്ല രീതിയിൽ ഞെരടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കുക്കർ അടച്ച് ഒരു 4-5 വിസിൽ വരെ സെറ്റ് ആയിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പൊ ബീഫ് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് മാറ്റി വെക്കാണ്. ബീഫ് ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മുടെ ഫ്രൈ പാൻ ഇവിടെ ചൂടായി സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു പീസ് ബട്ടർ ഇടാം. അപ്പൊ അതേ ബട്ടർ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മളപ്പോ സ്പൈസസ് മൊത്തം ആഡ് ചെയ്യാണ്. അതേ മസാലയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഹോൾ സ്പൈസ് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചല്ല ഫുൾ കരിഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവൻ സബോളയും കറച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇടാം. ഒരു നല്ല രീതിയിൽ അങ്ങ് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിടാം. അപ്പൊ സബോള നല്ല പെട്ടെന്ന് വഴണ്ട് വരും. കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യാം. ഇത് ഇളക്കി നമുക്കൊരു പരിവാക്കാവണേ. ആർക്കും പരാതിയില്ലല്ലോ അല്ലേ? നല്ല ആവി പറക്കണ സുട ബീഫ് തയ്യാറായിട്ടുണ്ട്. നമുക്കത് നേരെ പാനിലോട്ട് കമത്താം. അപ്പൊ നമുക്കിനി ബീഫ് ആഡ് ചെയ്യാം. നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട്. പച്ചക്കറി ആഡ് ചെയ്യാണ്ടിരുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഓൾറെഡി പ്രീ കുക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ബീഫ് കുക്ക് ചെയ്ത പോലെ തന്നെ പച്ചക്കറി ബോയിൽ ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് ഇടുന്നതിന് മുന്നേ പച്ചക്കറി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ വഴറ്റി നല്ല രീതിയിൽ കുക്കാക്കിയതിനു ശേഷം ബീഫ് ഇടാം. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിത് ഈ പറഞ്ഞ പോലെ പുഴുങ്ങി ഓൾറെഡി വെച്ചേക്കണ കാരണം നമ്മൾ ബീഫ് ഇട്ടാവും സെറ്റ് ആയതിനു ശേഷം പച്ചക്കറി ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഫിനിഷ് ചെയ്യണം. അപ്പൊ അത് ബീഫും മസാലയൊക്കെ ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് പച്ചക്കറി ആഡ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. അപ്പൊ നമുക്കത് ഇനി പച്ചക്കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. നമ്മൾ മൊത്തത്തിൽ അങ്ങ് ആഡ് ചെയ്യാണ്. അതൊന്ന് തളച്ചങ്ങ് വരട്ടെ. ബീഫ് സ്റ്റൂ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ പാലപ്പത്തിനുള്ള മാവ് നല്ല അരച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനോട് അപ്പം ഉണ്ടാക്കാം. ബാ പാലപ്പം നല്ല സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് സ്റ്റൂ വെച്ചങ്ങ് പടയ്ക്കാം.
അപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് സ്റ്റൂ കൂടെ സെറ്റാണ്. പിന്നെ നല്ല ഫ്രഷ് പാലപ്പം, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. നല്ല പൂ പോലത്തെ പാലപ്പം, നല്ല പീസൊക്കെ എടുത്ത് കഴിച്ചു നോക്കാം. ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. പൊളി സാധനം. കഴിച്ചങ്ങ് പോവാന്ന് തോന്നാം. തുടങ്ങാം ഇവിടെ നിന്ന് ഒരു പിടിപിടിക്കാം. അതായത് നല്ല കലക്കൻ ക്രിസ്മസ് സ്പെഷ്യൽ സ്റ്റൂ സെറ്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നേരത്തെ ഉണ്ടാക്കിയ എന്താ പറയാ താറാവും അപ്പാസ് പോലെ തന്നെ ഇതൊരു കലക്കൻ ഡിഷാണ്. നിങ്ങളത് വീട്ടിൽ ഉണ്ടാക്കിയെന്ന് വിചാരിക്കണം. ഇത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ക്രിസ്മസിന് പൊളിക്കുക, എങ്ങനെയുണ്ടെന്ന് പറയാ. അതിനുശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് പുതിയ പുതിയ രുചികൾ അറിയാൻ പറ്റും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇതിൽ നല്ലൊരു ക്രിസ്മസ് ഡിഷ് ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.